ലക്ഷോപലക്ഷം വിശ്വാസികളുടെ ഹൃദയതാളങ്ങളിൽ അറിവും അലിവും പകർന്നു നൽകിയ മഹാമനുഷ്യൻ, ജാമിയ മർക്കസിന്റെ സർവാദരണീയനായ ചാൻസലർ, രാജ്യത്തിന്റെ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ അഷേഖ് അബൂബക്കർ അഹ്മദ് മർക്കസ് ഖത്മുൽ ബുഖാരി കോൺവക്കേഷൻ സമ്മേളനത്തിൽ സനദ് ദാന പ്രഭാഷണം നിർവഹിക്കുന്നു. ആദര ബഹുമാനപൂർവം ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصره جهنم وساءت مصيرا. صدق الله العظيم. ഏറ്റവും ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ഉലമാക്കൾ, വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ട സഖാഫിമാർ, മറ്റ് ശ്രോതാക്കൾ, ഞാൻ രണ്ട് വാക്ക് മാത്രം ഈ സനദ് വാങ്ങിയ കുട്ടികളോട് പറയുന്നു. അല്ലാത്തവരോട് ഈ വർഷം സനദ് കൊടുക്കാൻ സമയമാവാത്തത് കൊണ്ട് പരീക്ഷ കഴിഞ്ഞ് പാസ്സായി പോകുന്നവരോടും പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. അത് നമ്മുടെ കയ്യിലാണ് അള്ളാഹു തആല ഇപ്പോൾ തന്നിട്ടുള്ളത്. നമ്മളെന്ന് പറഞ്ഞാൽ ഇൽമിൻ്റെ ഹരികാരുടെ പിന്നെ പറ്റി ഒന്നെങ്കിൽ പറയാനാവില്ല. ഞാൻ അങ്ങനത്തെ ഒരു ആലിമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, വലിയ ഇബ്നു നവാസ്, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ-അസ്ഹരി റളിയല്ലാഹു അൻഹു, ഖുത്ബുൽ ഔലിയാഇ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ അഖ്താബുകൾ, ഔലിയാസുകൾ, അവരാണ് ശരിയായ ആലിമീങ്ങൾ. നമ്മളൊക്കെ അവരെ പിന്തുടരുന്ന അവിടുത്തെ മഹിമീങ്ങളും പ്രിയക്കാരുമാണ്. അതുകൊണ്ട് തന്നെ യൗമൻ അദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം, എല്ലാ ജനങ്ങളെയും അവരുടെ ഇമാമിൻ്റെ കൂടെ വിളിക്കപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞ ആ നിലക്ക് സാധുക്കളായ നമ്മയെല്ലാം ആ മഹാന്മാരായ ഔലിയാക്കളുടെ കൂടെ, അതുപോലെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ
റളിയല്ലാഹു അൻഹു. ഇവരെ പോലുള്ള ആളുകളുമാണ് യഥാർത്ഥത്തിലുള്ള ആലിം. നമ്മളെല്ലാം അവരുടെ മുഹിബീങ്ങളും അവരിൽ നിന്ന് പഠിക്കുന്ന മുത്തഅല്ലിമുകളും ആണ്. ഏതായാലും ഈ ആലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഫുത്തുഹാത്തുൽ ഇലാഹിയ്യയുടെ മുസന്നിഫ് ഫുത്തുഹാത്തുൽ ഇലാഹിയ്യ എന്ന കിതാബ് നോക്കാൻ അറിയാത്തവർ അത് നോക്കാൻ പാടില്ലെന്ന് ഫത്വൽ മീനില്ലാർക്കും ഉണ്ട്. അത് നോക്കാൻ അറിയാത്തവർ അറിയുന്നവർക്ക് നോക്കാതെ കഴിയില്ലല്ലോ. ആ ഫുത്തുഹാത്തുൽ ഇലാഹിയ്യയുടെ മുസന്നിഫായ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഉലമാഉ ഉമ്മത്തി കമ്പിയായി ബനി ഇസ്രായേൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മത്തികളുടെ ആലിമീങ്ങൾ ബനു ഇസ്രായേലിൻ്റെ അമ്പിയാക്കളെ പോലെയാണ്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം എന്ന് പറഞ്ഞ് വഅലാ ആലി ഇബ്രാഹിം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാമ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തൻ്റെ ഫുത്തുഹാത്തിൽ പറയുന്നു. പഴയ കാലത്ത് ബനു ഇസ്രായേലിൽ ധാരാളം നബിമാരുണ്ടായിരുന്നു. പക്ഷേ ഒരു നബിക്ക് ചിലപ്പോൾ ഉമ്മത്തിയായിട്ട് 2 ആൾ അല്ലെങ്കിൽ 3 ആൾ അല്ലെങ്കിൽ 10 ആൾ ഇങ്ങനെ കുറഞ്ഞ ഉമ്മത്തുകളെ ഉണ്ടാവും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷമോ അവിടുന്ന് വന്നതിന് ശേഷമോ ഒരു നബി ഉണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെ പഠിച്ചതാണ്, തൊഫയിൽ പഠിച്ചതാണ്. കുഫ്റാകുന്ന കാര്യങ്ങളിൽപ്പെട്ടത് ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുജൂദിന് ശേഷം, വഫാത്തിന് ശേഷമൊന്നല്ല, അവിടുത്തെ വുജൂദിൻ്റെ ശേഷം, ജനനത്തിന് ശേഷം ഒരു നബി ഇവിടെ വരും എന്ന് വിശ്വസിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അത്രയും ശക്തമാണ് ഖാത്തമുൻ നുബുവ്വത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാത്തിമുൻ നബിയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അതിനുശേഷം ഒരു ചെറിയ നബി പോലും വരാൻ പാടില്ല. എന്നാൽ അങ്ങനത്തെ ആ ആളുകളെ പോലെ കമാ ബാറത്താല ഇബ്രാഹിമ എന്നെങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അതിന് മറുപടിയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ബനൂ ഇസ്രായേലിൽ ഇബ്രാഹിം നബിയുടെ ഉമ്മത്തുകളിലൊക്കെ ധാരാളം അമ്പിയാക്കൾ ഉണ്ടായിരുന്നു. എങ്കിൽ ആ അമ്പിയാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആലിമീങ്ങളെ വർദ്ധിപ്പിക്കണേ അല്ലാഹ് എന്നാണ് കമാ ബാറത്ത അലാ ഇബ്രാഹിമ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ഫുത്തുഹാത്തിൽ അല്ലാമ ഇബ്നു അറബി തങ്ങൾ പറയുന്നു. അത് തന്നെ നിങ്ങൾ വിശ്വസിച്ചുള്ളതല്ല, വേറെയും പല തവീലുകളുമുണ്ട്. എന്നാൽ ഇത് ഏറ്റവും നല്ല ഒരു തവീലാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളിൽ ആലിമീങ്ങൾ ധാരാളമാകും. ആ ആലിമീങ്ങൾ ഉലമാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തുകളിലുള്ള ആലിമീങ്ങൾ കമ്പിയായി ബനൂ ഇസ്രായേലിൻ്റെ അമ്പിയാക്കളെ പോലെയാണ്. അപ്പം അങ്ങനെ ബനൂ ഇസ്രായേലിൽ ധാരാളം അമ്പിയാക്കൾ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 2, 3, 4 നബിമാർ ഇങ്ങനെ എത്രയോ വന്നിട്ടുണ്ട്.
അങ്ങനെ അവരുടെ കാലത്ത് നബിമാർ ധാരാളം. അതുപോലെ അവസാന കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ ആലിമീങ്ങളെ വർദ്ധിപ്പിക്കണം അള്ളാഹു എന്നാണ് ഈ കമാ ബാറക്ത അലാ ഇബ്രാഹിമ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് ഫുതൂഹാത്തിൽ പറയുന്നുണ്ട്. ഇത് വളരെ ശരിയായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. ആലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. ഈ ആലിമീങ്ങളില്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആരാണെന്നോ സുന്നത്തിലെ ജമാഅത്ത് എന്താണെന്നോ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. ആലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. അവർ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഉലമാ ഉമ്മത്തി അംബിയായി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലുള്ള അംബിയാക്കളെ പോലെയാണ് എൻ്റെ ഉമ്മത്തികൾപ്പെട്ട ഉലമാ എന്ന് പറഞ്ഞതിൻ്റെ സാക്ഷാത്കാരമാണ് ഇവിടെ ആലിമീങ്ങൾ വളർന്നു വരുന്നത് എന്ന് ബഹുമാനപ്പെട്ട എബിനാവിധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഖാഫികളോടും അല്ലാത്ത കുട്ടികളോടും എല്ലാം പറയാനുള്ളത്, നമ്മൾ ആ ആലിമീങ്ങളെ പിന്തുടരുന്ന കൂട്ടരാവണം. അംബിയാദിനെ പോലെ ബനൂ ഇസ്രായേലിൽ ധാരാളം നബിമാരുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളിൽ അവസാന കാലം ആലിമീങ്ങൾ ധാരാളമായി ഉണ്ടാകും. അത് വെറുതെ പേരിൻ്റെ ആലിമായാൽ പോരാ. സഖാഫി എന്നോ അല്ലെങ്കിൽ സഅദി എന്നോ അദനി എന്നോ ഏത് പേര് കൊടുത്താലും ആ പേര് കൊണ്ട് മാത്രം ഇവിടെ പ്രയോജനപ്പെടുകയില്ല. നമ്മൾ പഠിച്ച ഇൽമ് അത് ശരിയായ നിലക്ക് നിലനിർത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. എന്നാൽ അവസാന കാലം വരുമ്പോൾ ആലിമീങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ ആലിമീങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാകും. ആ നിലക്ക് നിങ്ങളായി പോകരുത് എന്നാണ് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്നും അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കണം. അള്ളാഹുവിൻ്റെ ഖദാ ഖദർ അനുസരിച്ച് മാത്രമാണ് നമ്മുടെ ജീവിതം നയിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് അള്ളാഹു തല തരാൻ ഉദ്ദേശിച്ചാൽ ഏത് നിലക്കും തരുമല്ലോ, അത് യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയുകയാണ്. എൻ്റെ ഉമ്മയും ബാപ്പയോ എന്നെ പോറ്റിയത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് പോറ്റി വളർത്തിയതാണ്. അന്ന് അവർക്ക് താമസിക്കാൻ വീടില്ല. എൻ്റെ ബാപ്പക്ക് താമസിക്കാൻ വീടില്ല, മറ്റൊരാളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ പഠിക്കുന്ന കാലത്ത് താമസിക്കാൻ വീട് പോലും ഇല്ലാത്ത എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ദാനം, ഇത്രയും തൗഫീഖ് തന്നത് നമ്മൾ എത്ര തുറച്ചാലും മതിയാവില്ല. പഠിത്തവന് ഇന്ന് ഒരു രോഗി വന്ന് സ്റ്റോക്കിൻ്റെ രോഗമുണ്ടായ 4 കൊല്ലമായി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈയൊന്നും നേർന്ന് കിട്ടുന്നില്ല. കൈ ഇങ്ങനെ വളരെയധികം വളഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നടക്കാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വളരെ വിഷമത്തിലാണ്. അദ്ദേഹം കരഞ്ഞിട്ട് തന്നെ കണ്ടപ്പോൾ ദ്വീപുകാരനാണ് അദ്ദേഹം. എന്നാൽ അള്ളാഹു തആല നമുക്ക് നിയമത്ത് നോക്ക്, എനിക്കിപ്പോൾ നടക്കുന്നതിന് വിരോധമില്ല. ഒരാൾ ഇങ്ങനെ നിന്ന് തുടരണം, നടക്കണമെങ്കിൽ സംസാരിക്കുന്നതിനും വിരോധമില്ല. എൻ്റെ കയ്യിനും കാലിനും ഒന്നിനും ഒരു കോട്ടവുമില്ല. അതില്ലാത്ത നിലക്ക് അള്ളാഹു തആല എനിക്ക് രോഗമാക്കി തന്നത് എത്ര വലിയ നിയമത്താണ്. അള്ളാഹുവിൻ്റെ നിയമത്ത് നാം ഖിയാമത്ത് നാൾ വരെ സുജൂദ് ചെയ്താലും മതിയാവുകയില്ല.
അത്രയും വലിയ നിഅമത്തല്ലേ അള്ളാഹു ചെയ്തത്. സഹീഹുൽ ബുഖാരി കൊണ്ടാണ് ഞാൻ ദർസ് തുടങ്ങിയത്. ബഹുമാനപ്പെട്ട ശൈഖ് ഹസൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ബാഖിയാത്ത് സാലിഹാത്തിൽ അദ്ദേഹത്തിൻ്റെ ഇബാദത്ത് രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ പിന്നെ മുമ്പിൽ ഉറങ്ങുമല്ല, ഒതുവെടുക്കാതെ നിസ്കരിക്കാനല്ല, ഉറങ്ങാൻ തന്നെ ഒതുവോട് കൂടി മാത്രമേ ഉറങ്ങുകയുള്ളൂ. അങ്ങനെ അന്ന് പൈപ്പ് കണക്ഷനോ ഇലക്ട്രിക് ലൈറ്റോ ഒന്നുമില്ലാത്ത കാലമാണ്. ഒരു കുപ്പി മണ്ണെണ്ണ ഞങ്ങൾക്ക് റൂമിലേക്ക് തരും. 2 ആൾ അല്ലെങ്കിൽ 4 ആൾ ആ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ച് സുബഹിയാക്കണം. നമുക്ക് കിതാബ് നോക്കാൻ വേറെ വെളുത്തൊന്നുമില്ല. ആ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉറങ്ങി എഴുന്നേറ്റ് അപ്പോൾ ഒതുവെടുക്കണം രണ്ടാമത് ഉറങ്ങാൻ. ആ സമയത്ത് ഒരു ദിവസം വെള്ളം ഇല്ലാതായി പോയാൽ മെല്ലെ അതിൻ്റെ തൊട്ടടുത്ത 2ാമത്തെ 3ാമത്തെയോ റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. വന്നിങ്ങനെ മെല്ലെ ഒരു ബെല്ലുള്ളൂ, അവർ ഒന്നിങ്ങനെ തൊട്ടു. ബെല്ലുകൊണ്ടടിക്കുന്നത് കേട്ടാൽ എനിക്ക് മനസ്സിലായി ഇത് അതിർത്താണെങ്കിൽ പോയിക്കിടുന്നത്. ഒന്നായിട്ട് വന്നിട്ട് അതിൽ ഒട്ടുകല്ല, മെല്ലെ ഇങ്ങനെ ബെല്ലുകൊണ്ട് ഇങ്ങനെ അപ്പോൾ എഴുന്നേറ്റ് വെള്ളം കൊണ്ട് കൊടുത്ത താഴെ പോയി വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുത്താൽ മൂപ്പര് ഉതുണ്ടാക്കിയിട്ട് മിക്കവാറും 2 റക്അത്ത് അപ്പം തന്നെ നിസ്കരിക്കും. ഉതുവിന് തൊന്നത് ഇനി ഇല്ലെങ്കിലും ഉറങ്ങുന്നത് ഉതുവോടുകൂടെ ഉറങ്ങുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് ഞാനുമായിട്ട് മൂപ്പർക്ക് കുറച്ച് അടുപ്പമായിരുന്നു. ഈ 3 കൊല്ലം ഞാൻ അങ്ങനെ ഉസ്താദിന് ഖിദ്മത്ത് ചെയ്ത് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ആ കാരണം കൊണ്ട് എന്നോട് വലിയ സ്നേഹമായിരുന്നു. പിന്നെ ദർസിലാണെങ്കിൽ ഞങ്ങൾ നല്ല ബഹ്സ് ചെയ്യും, മദ്ഹബിയായ ബഹ്സ്. അവിടെ അധികം അനഫികളാണല്ലോ ഉള്ളത്. എൻ്റെ കൂടെ പഠിക്കുന്നതിൽ തന്നെ അനഫികൾ കുട്ടികളുണ്ട്. അവർ ഒരു ഭാഗത്തും ഞങ്ങൾ വേറൊരു ഭാഗത്തും ഉള്ളതുപോലെ ആ ബഹ്സ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും ചില ദിവസം. അത് ശൈഖുനാക്ക് വലിയ ഇഷ്ടമാണ് ബഹ്സ് ചെയ്യൽ. പറയുന്നത് ഇങ്ങനെ മൂളി കേട്ട് പോകാതെ നല്ല ബഹ്സ് ചെയ്യുന്നത് ശൈഖുനാക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അതുമായി വളരെയധികം അടുത്തുപോയി. ഈ അടുത്ത കാലം കൊണ്ടാണ് എൻ്റെ ദർസ് തുടങ്ങാൻ അദ്ദേഹത്തെ ഞാൻ വിളിച്ചപ്പോൾ അത് സ്വീകരിച്ചു. വേറൊറ്റ കുട്ടിൻ്റെ ദർസും തുടങ്ങിക്കൊടുത്തിട്ടില്ല. എൻ്റെ ദർസ് തുടങ്ങാൻ വന്ന് മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ അത് നടക്കുക 2 കിലോമീറ്റർ പൂനൂരങ്ങാടിയിൽ നിന്ന് നടക്കണം. കാർ പോകാനുള്ള വഴിയൊന്നുമില്ല. അവിടെ ജുമാ കഴിഞ്ഞിട്ട് എന്താ കിതാബ് നമ്മൾ തുടങ്ങുന്നത് ഞാൻ ചോദിച്ചപ്പോൾ സഹീഹുൽ ബുഖാരി എടുത്തുകൊണ്ട് ഇവർക്ക് മുന്നിൽ എന്ന് ബർക്കത്തിന് വേണ്ടി ബുഖാരി എടുത്ത് മുമ്പിൽ വെച്ച് അവിടുന്ന് തുടങ്ങി തന്നു. അന്ന് വെറും 3 മുത്താലിമീങ്ങൾ മാത്രമാണ് എൻ്റെ കീഴിലുണ്ടായിരുന്നത്. 50-60 മുത്താലിമീങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ 3 ആളാണ് ബുഖാരി ഓതാനുള്ള പ്രാപ്തർ. അന്നൊക്കെ അങ്ങനെയാണ്. ബുഖാരി ഓതാനൊക്കെ ചെറിയ ചെറിയ കിതാബുകൾ മിസ്കാത്തൊക്കെ തീർത്ത് അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ്. ഇപ്പം ചെറിയ കുട്ടികളല്ലേ ഉണ്ടാവുന്നത് ഇത് ബുഖാരി എന്ന് പറയും. ഓതണ്ടെന്നല്ല പറയുന്നത്. അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. അത് കുറച്ച് ബുദ്ധി ഉണ്ടാവണം. എന്നിട്ട് മാത്രം ആണ് ബുഖാരി ഓതിയത്. അങ്ങനെ അവിടുന്ന് 1964 ചൊവ്വാൽ മാസം 14-ന് എൻ്റെ ദർസ് ആരംഭിച്ചു. ബുഖാരി ഓതിത്തന്നുകൊണ്ട് ദർസ് ആരംഭിച്ചു. അപ്പം അക്കൂട്ടത്തിൽ മുത്താലിമീങ്ങളെ കൊടുത്ത് ഞാനും ഇന്ന് അങ്ങനെ 2ാമത്
അവർ നമുക്ക് ദുആ ചെയ്ത് സഹീഹുൽ ബുഖാരിയുടെ തലയും ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് തീർക്കുന്നത് വരെ ദർസ് തുടങ്ങി തന്നു. അതുകൊണ്ടാണ് ആ ബർക്കത്ത് ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം ഷേഖ് സൈനുദ്ദീൻ അലി ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഉസ്താദിനെ കൊണ്ട് ബുഖാരി കുറേ മഖാസിയുടെ ഭാഗത്തു നിന്ന് ഞാൻ ഓതിയിട്ടുണ്ട്. വേലൂർ പോയപ്പോൾ പിന്നെ തലക്കുന്ന് തുടങ്ങിയതാണ്. ഏതായാലും ആ ഷെയ്ഖുന ബഹ്റുലുവിൻ്റെയും ഷെയ്ഖ് ഹസനത്തിൻ്റെയും അതുപോലെ മറ്റുള്ള ഉസ്താദന്മാരുടെയും ഉപദേശം സ്വീകരിച്ച് അവരെ ബർക്കത്തെടുത്തത് കൊണ്ടാണ് അല്ലാഹു തആല ഇതുവരെ ആ ദർസിൽ എനിക്ക് തൗഫീഖ് കിട്ടിയിട്ടുള്ളത്. ഞാൻ രോഗം മാറിയപ്പോഴും അള്ളാഹുവിനോട് പറഞ്ഞത്, അള്ളാഹുവെ മരിക്കുന്നവരെ ഈ സഹീഹുൽ ബുഖാരി ദർസ് നടത്താൻ എനിക്ക് ഹയാത്ത് തരണം, ആഫിയത്ത് തരണം. ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. അപ്പോ ആ കാലം 1964 മുതൽ 2024 കൊല്ലം ഏകദേശം 60 കൊല്ലത്തോളായി. ആ 60 കൊല്ലത്തിലും നമ്മളെ കൊണ്ട് ഓതിയ മുത്താലിമീങ്ങൾക്ക് അല്ലാഹു തആല ദർജ കൊടുക്കട്ടെ. അവരെല്ലാവരും ആഖിറത്തിൽ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല പെടുത്തി തരട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, ആഖിറത്തിൽ വെച്ച് ഞങ്ങൾ തങ്ങളെ കാണുമോ, എവിടെയാണ് വെച്ച് കാണുക എന്ന് ചോദിച്ചപ്പോൾ അതിനെ ഫറത്തുക്കും എന്തൽ ഹൗദ്, ഞാൻ ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് നിങ്ങളെ കാത്തു നിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് അവിടുത്തെ ശഫാഅത്തിൽ പെടാനും അവിടുത്തെ പിന്നാലെ സ്വർഗത്തിലേക്ക് പോകാനും നമുക്കെല്ലാം സാധിക്കണമെങ്കിൽ അവിടുന്ന് നമ്മൾ പഠിപ്പിച്ച ദീന് അത് മുറുകെ പിടിക്കുകയും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അത് ഹിക്മത്തോടുകൂടി ആയിരിക്കണം. ഓരോ വ്യക്തികളുടെയും അവസ്ഥ മനസ്സിലാക്കി അവരോട് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് മനസ്സിലാക്കി അവരോട് സ്വന്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിർത്തിയെടുത്തത് അത് തന്നെ സുബൈക്ക് ആരുണ്ടാവില്ല, ജമാഅത്തിന് നാട്ടുകാർ കുട്ടികളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരാളെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ വന്നാൽ എല്ലാവരും സുബൈസ്കരിക്കാൻ ഇവിടെ വരും, അവിടെ നിങ്ങളുടെ നാളെ സുബൈക്ക് ജമാഅത്ത് നടത്തണം. വേറെ ആളെ കണ്ട് അയാളോട് പറയാം, അതെ നിങ്ങൾ ഇവിടെ ജമാഅത്തിന് വരികയാണെങ്കിൽ എല്ലാവരും വരും, അതുകൊണ്ട് നിങ്ങൾ വേണം. മൂന്നാമത്തെ ആളോട് അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ കുറേ ആളുകളെ ക്ഷണിച്ചപ്പോൾ അൽഹംദുലില്ലാ സുബഹിൻ്റെ ജമാഅത്ത് അവർ പലരും വരാൻ തുടങ്ങി. അങ്ങനെ സുബഹിൻ്റെ ജമാഅത്തിന് തന്നെ വരുന്ന ഒരാഗ്രഹം നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഉണ്ടാക്കി കൊടുത്താൽ ജമാഅത്തായി നിസ്കരിക്കാൻ എല്ലാ വക്കത്തിലും വരാനുള്ള പ്രേരണ അവർക്ക് നമ്മൾ കൊടുത്താൽ അത് വലിയ നേട്ടമായിരിക്കും. പിന്നെ ദർസ് ഇല്ലാത്ത കൂട്ടരുണ്ടാവും കൂട്ടത്തിൽ. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് നാട്ടിലാണോ ഉള്ളത് അവിടുത്തെ ഒരു 10 കുട്ടികളെ എങ്ങനെയെങ്കിലും പിടിച്ച് പാട്ടിലാക്കി സ്കൂള് ഒരു കൊല്ലത്തിൽ 200 ദിവസമാണുള്ളത്.
200 ചിലപ്പോൾ ഉണ്ടാവില്ല. ആരെങ്കിലും മരണപ്പെടുകയോ വല്ല പുതിയ സംഭവം ഉണ്ടാവുകയോ ചെയ്താൽ പൂട്ടിപ്പോയി. അങ്ങനെ 200 കുറവാണ്. ഇനി അഥവാ എല്ലാ ദിവസവും ഉണ്ടായാലും 200 ദിവസമാണ് സ്കൂളുള്ളത്. ബാക്കി 160 ദിവസം സ്കൂളില്ല. അപ്പോൾ ഒക്കെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങളെല്ലാവരും ദർശന് വരണമെന്ന് പറഞ്ഞ് മെല്ലെ ദർശ് തുടങ്ങി. ആ കുട്ടികൾക്ക് ഒരു സമ്മാനമൊക്കെ കൊല്ലത്തിലോ 6 മാസത്തിലോ ഒരു സമ്മാനമൊക്കെ കൊടുത്ത് അവരെ അവളെ ദർശനോ പാർപ്പിച്ച് നിർത്തി. രക്ഷിതാക്കന്മാരെയും അതിലേക്ക് വിളിച്ച് ദർശനക്ക് വിളിച്ച് അവർക്കും വേണമെങ്കിൽ ഒരു സമ്മാനവും പരീക്ഷയും ഇതെല്ലാം വെച്ച് അങ്ങനെ ഹിക്മത്തോടു കൂടി നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥലത്ത് നല്ല ഒരു ദർശ് ഉണ്ടാക്കണം. അത് 25 കുട്ടികളെ നിങ്ങൾ ദർശ് ചേർത്തിയാൽ അവസാനം 5 കുട്ടികൾ ബാക്കിയുണ്ടാവും. ബാക്കിയെല്ലാം പോവും പല കാരണങ്ങളുമായിട്ട്. അതുകൊണ്ട് ദർശില്ലാതെ ആരും പറയാൻ പാടില്ല. എല്ലാവർക്കും ദർശ് വേണം. നാട്ടിലുള്ള കുട്ടികളെ പിടിച്ച് ദർശിൽ ചേർത്തി അവരെ നന്നാക്കിയെടുത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ നേട്ടമായിരിക്കും. അതുകൊണ്ട് സഖാഫികളോട് ഇക്കൊല്ലം കോട്ട് വാങ്ങി പോകുന്നവരോടും അല്ലാത്തവരോടുമൊക്കെ പറയാനുള്ളത് ഇതാണ്. ഒന്ന്, നിങ്ങളെ എഴുത് തലക്കെട്ട് കെട്ടി തന്നത് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ഖൈബറിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ തലക്കെട്ട് വെച്ച് എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഖദ് അലിമത്ത് ഖൈബർ അന്നി ഉറഹിബു ഷാക്കിസ്തിലാഹി ബത്തലും മുജറബു ഇതൽ ഹുറൂബു അക്ബലത്തലഹബു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ച യഹൂദി ആ യഹൂദിയോട് നേടാൻ അനല്ലതി സമ്മതയുമേ ഹൈദറ കലൈത്ത് ഖബാത്തിൻ കരീഹിൽ മന്ദറ ഉഫീക്കുമു ബിസ്സാഇ കൈലസുന്ദറ എന്ന് പറഞ്ഞുകൊണ്ട് മുറഹിബിനെ നേരിടുകയും അവരെ വെട്ടിത്തകർത്ത് ഖൈബർ അധീനത്തിൽ വരികയും ചെയ്തത് സയ്യിദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ബിൻ അബീ താലിബിന് കൊടുത്ത വലിയ താരം. അതുകൊണ്ട് നമ്മുടെ ജിഹാദ് നാവ് കൊണ്ട് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ വാളുകൊണ്ടുള്ള പേരല്ല മറ്റൊരു മതത്തിനെ നിർബന്ധിച്ച് നമ്മളെ മതത്തിൽ ചേർക്കുക. അത് നമുക്കില്ല. നമ്മൾ ഇവിടെ വർഗീയവാദികൾ ആവില്ല. വർഗീയവാദി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വർഗത്തിലേക്ക് മറ്റുള്ള വർഗങ്ങളൊക്കെ ക്ഷണിക്കുകയും അവൻ നിലക്കൊള്ളുന്ന ഒരു വ്യക്തി ഒരു മതം മാത്രമേ എടുക്കാവൂ, ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നാശമുണ്ടാക്കുന്നതിനാണ് വർഗീയത എന്ന് പറയുന്നത്. അത് നമുക്കില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ പള്ളികൾ 1, 2, 3 ഇങ്ങനെ കൊത്തി മാന്തി നോക്കി ബിംബങ്ങളുണ്ടോ അല്ലെങ്കിൽ ബിംബത്തിൻ്റെ അടുത്ത് പോയ ആളുകളെ കാറ്റുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പള്ളികൾ പൊളിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്കിവിടെ പറയാനുള്ളത് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കി മുസ്ലിമീങ്ങളെ വികാരം കൊണ്ടിട്ട് ഇവിടെ കുഴപ്പമുണ്ടാകുമെന്ന് അത് ധരിക്കണ്ട. അങ്ങനെ വികാരം കൊള്ളുന്നതല്ല സുന്നികൾ. അതുകൊണ്ട് തന്നെ ആ സുന്നികൾക്ക് വികാരത്തിൽ കൊണ്ട് ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ട് അതാണ് ചെയ്യാതെ കഴിഞ്ഞാലും അതുപോലെ തന്നെ വിവേകം നഷ്ടപ്പെടുത്തി ജനങ്ങളെ കുഴപ്പത്തിലേക്ക് വലിച്ചിടാം എന്നാലും കരുതരുത്. ഇതാണ് നമുക്ക് പ്രധാനമന്ത്രിയോടും മറ്റുള്ള എല്ലാ മന്ത്രിമാരോടും പറയാനുള്ളത്. ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമയുള്ളവരാണ്. ക്ഷമിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ഭീരുക്കളാണ് എന്നല്ല അതിൻ്റെ അർത്ഥം.
നമ്മൾ ക്ഷമയുള്ളവരാണ്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ഒരിക്കലും നാം അനുവദിക്കുകയില്ല. കുറച്ച് അവിടെ ഇവിടെ 4 പള്ളിയിൽ കോടതി കൊടുത്ത് ഉത്തരവ് വാങ്ങി കൊടുത്താൽ അപ്പോൾ മുസ്ലിമുകൾ വികാരം കൊണ്ട് ഇവിടെ നാശമുണ്ടാക്കും എന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഉദ്ദേശം ഒരിക്കലും ശരിയല്ല. വികാരം കൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ഇവിടെ ചെയ്യുകയില്ല. മറിച്ച് ഇസ്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ മതമാണ്, വർഗീയതയില്ലാത്ത മതമാണ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. ഞങ്ങളുടെ മതം ഇസ്ലാമാണ്. ഈ ഇസ്ലാമിൽ ജീവിച്ച് മരിച്ചാൽ മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. എന്ന് പറഞ്ഞാൽ എല്ലാ ദീനും ഒരുപോലെയാണ് എന്ന് സാധുക്കൾ മനസ്സിലാക്കി പോവുകയുമില്ല. നമ്മൾ ഒരു വർഗീയതക്കും ഒരു ചിന്തതക്കും എവിടെയും പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനോടും നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഉമൻ യുശാഖിഖി റസൂല എന്ന ആയത്തിൽ അല്ലാഹു വയത്തബി ഖൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത ഏതെങ്കിലും ഒരു വഴിയോട് ആരെങ്കിലും തുടർന്നാൽ നുവല്ലിഹി മാത്രമല്ല, അവൻ ഏറ്റെടുത്തത് നാം അവനെ കൊണ്ട് വഹിപ്പിക്കും. അവൻ നരകത്ത് കടക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് മുൻഗാമികളിൽ നിന്ന് പരമ്പരാഗതമായി യാതൊരു കളങ്കവുമില്ലാതെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ദീന്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു കുറച്ച് നേരത്തെ. ഇപ്പോൾ ഒരു ബാങ്ക് നടക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ബാങ്ക് നടക്കും. ഓരോ സെക്കൻഡിലും നൂറുകണക്കായ ബാങ്ക് ലോകത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബാങ്കിലെല്ലാം അല്ലാഹുവിനെ കൊണ്ടുള്ള ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് പറഞ്ഞ ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും പറയുന്നു. അതാണ് ഉറപ്പായ കാലക്കളികൾ തങ്ങളെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തങ്ങൾക്ക് മാത്രമുള്ള മഹത്വമാണ്. അങ്ങനെ ഞാൻ ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അവിടെ റസൂലുള്ളാഹിനെ തരം താഴ്ത്താൻ ആർക്കും സാധിക്കില്ല. തരം താഴ്ത്തിയവൻ അവൻ താഴ്ന്നു പോകുന്നതല്ലാതെ നിങ്ങൾ സൗമ്യമായി സാധാരണക്കാരായ നല്ല ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇവിടുത്തെ പുത്തൻ പുത്താനക്കാർ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദ്രവിച്ചു പോകുമെന്നും കെട്ടുപോകുമെന്നും അതുകൊണ്ടാണ് മറവ് ചെയ്യപ്പെടാൻ കൽപ്പിച്ചത് എന്നെല്ലാം പറയുന്നു. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയ, അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നവരാണ്. ഈ ഹദീസ് ഇമാം വഹബിയെ പോലെയുള്ള ഹദീസുകൾ സഹീഹാക്കി പറഞ്ഞിട്ടുണ്ട്. അത്രയും ബലമായ സഹീഹായ ഹദീസിലൂടെ അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ ആ സ്വലാത്തിന് മലായിക്കത്ത് അപ്പം തന്നെ എത്തിച്ചു കൊടുക്കും. റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുക്കും. അല്ലാതെയും അവർ അറിയും. ഏതായിരുന്നാലും അത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് 10 100 ഇരട്ടി 1000 1000 എത്രയാണ് എന്ന് കണക്കാക്കാൻ കഴിയില്ല. സല്ലല്ലാഹു അലൈഹി ബിഹാ അസ്റ എന്ന് പറഞ്ഞുകൊണ്ട് 10 അത്രയുണ്ടാവും എന്നൊന്നും അർത്ഥമല്ല. ഏത് ഹസനത്തിനും 10 പ്രതിഫലമുണ്ടാവും. ആ കൂട്ടത്തിൽ സ്വലാത്തും പലതാണ്. അതേ സമയത്ത് സ്വലാത്തിന് 10 100 1000 1000 ലക്ഷമോ എത്രയാണ് റസൂലുള്ളാഹിയെ ചെല്ലുന്ന സ്വലാത്തിന് അല്ലാഹു തആല പ്രതിഫലം തരുന്നത് എന്ന് നമുക്കറിയില്ല.
പക്ഷേ റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബോടുകൂടി നാം സ്വലാത്ത് ചെല്ലണം. അങ്ങനെ ചെല്ലിയാൽ തീർച്ചയായും നമുക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അയ്യുഹൽ ഉലമാഉ മുതഖരിജൂന മിൻ ഹാദിഹിൽ ജാമിഅ ഊസിക്കും بتقوى الله عز وجل وأوصيكم أن تكونوا داعين الله سبحانه وتعالى وعليكم أن تكونوا داعين للأمة إلى الحق والصواب وأنتم تعلمون جميع الناس الحق والرشاد والصواب. لا تناموا من غير دعوة من غير خدمة للإسلام. والله تعالى يوفقنا وإياكم لما يحبه ويرضى. والسلام عليكم ورحمة الله وبركاته.